പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് തിരക്ക് കാരണമാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിൻ്റെ കുറച്ച് കാഴ്ചകളും കുറച്ച് അപ്ഡേറ്റ്സുമാണ്. അതിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പെപ്പർ. അവന് രാവിലെ ഒന്ന് അഴിച്ചു വിട്ട് ഇച്ചിരി ടയർഡൊക്കെ ആയിട്ട് അണച്ചൊക്കെ ഇരിക്കുകയാണ് ആൾ. അവൻ്റെ റാബിസിൻ്റെ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ വാക്സിനേഷന് ഇതൊക്കെ ഒന്ന് എടുക്കേണ്ട സമയമായി. അവരിന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്യേണ്ട സമയമായി. ആൾ നല്ല ആക്റ്റീവാണ്. ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് നടത്തിയിട്ട് ഇവിടെ കൊണ്ടൊന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് ആളിനെ. നമ്മുടെ പ്രാവിൻ്റെ കൂടാണിത്. ഒന്ന് രണ്ടെണ്ണമേ ഉള്ള അകത്ത്, ബാക്കിയൊക്കെ വെളിയിൽ മുറ്റത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇനിയും ഒരു ചൂടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനത് അകത്തൊക്കെ വന്നിരിക്കും. ഇപ്പം കുറച്ചേ ഉള്ളൂ പ്രാവ്. നേരത്തെ കുറേ നമ്മുടെ കയ്യിൽ വേറെ കുറേ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചേ ഉള്ളെല്ലാം. നല്ല കുറച്ച് പേരയ്ക്ക ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ സൈസാകുന്നതാണ്. ആക്ച്വലി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ പറമ്പിൽ വേറെ പേരയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്കെപ്പോഴും കിട്ടത്തില്ല. ഇത് അത്യാവശ്യം നല്ല സൈസാണ്. നമ്മൾ കവറൊക്കെ ചെയ്ത് സൂക്ഷിക്കുവാണെങ്കിൽ നമുക്കത് കിട്ടും. പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ വെള്ളം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും മധുരമുണ്ട് അതിന്. നമ്മുടെ കുറച്ച് നാടൻ കോഴികളാണ് ഇതൊക്കെ. ഇത് കുറച്ച് കാപ്പിരി കോഴി, അതുപോലെ തന്നെ പിന്നെ ഈ ഗിരിരാജന്, അതുപോലെ വേറെ 4-5 ഐറ്റം ഉണ്ട് ആക്ച്വലി. അതെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇവരെ ഞാൻ നമ്മുടെ തന്നെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുത്തതാണ്. കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കഴുത്തെ തൂവലില്ലാത്ത ടൈപ്പ് കുറേ പൂവൻ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ എണ്ണത്തിനെയൊക്കെ നമ്മൾ കൊടുത്തു. പിന്നെ കുറച്ച് നമ്മൾ ഇറച്ചിക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തു. നമ്മുടെ പാത്ത രാവിലത്തെ ഫുഡടിയാണ്. ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒന്ന് കുളിച്ചൊക്കെയാണ് കയറുന്നത്. ഞാൻ ടാങ്കിനകത്ത് വെള്ളം ഇതുവരെ ഇപ്പോൾ ഫില്ല് ചെയ്തില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം, അവർ ഈ ഉള്ള വെള്ളത്തിനകത്തൊക്കെ തന്നെ അവർ കുളിക്കും. ആക്ച്വലി ഇത് നല്ല വൃത്തിയായിട്ടേ നടക്കത്തുള്ളൂ. ഒരഴുക്ക് അതിൻ്റെ ദേഹത്ത് പറ്റിക്കത്തില്ല. എപ്പോഴും നല്ല നീറ്റാണ് ഇവർ. ഇപ്പം നിങ്ങൾക്ക് കാണാം, അവരത് വെള്ളമെടുത്ത് ഉള്ള വെള്ളത്തിൽ തന്നെ കുളിക്കുന്നത്. വേറെ ടാങ്ക് ഉണ്ട് അപ്പുറത്ത്. ആക്ച്വലി അത് ഞാനിപ്പം വെള്ളം ഒന്ന് കാലിയാക്കി ഇട്ടേക്കുക. ഇത് നമ്മുടെ ടർക്കിയുടെ കുഞ്ഞുങ്ങളാണ്. കുറേയേറെ കിടപ്പുണ്ട് ഇപ്പം. ഇനി ഇതൊരു 6 മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെയിറ്റ് വെക്കുമ്പോൾ ഇവരെ വെളിയിൽ മാർക്കറ്റിൽ കൊടുക്കാനുള്ളതാണ്. ഇപ്പം ഒരു 2 മാസത്തെ പ്രായമേ ആയിട്ടുള്ളല്ല. നമുക്ക് കുറച്ച് വലുത് വേറെ ഒരു കൂട്ടിൽ കിടപ്പുണ്ട്. അതൊരു 7-6 കിലോയൊക്കെ വെച്ച് റേഞ്ച് ഉള്ളതാണ് ഇപ്പോൾ എല്ലാം. ഇവരെല്ലാവരും കൂടെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടം കൂടും. എന്നിട്ട് നല്ല ബഹളമാണ്. എന്തോ അവർ തമ്മിൽ സംസാരിക്കുകയാണെന്നാണ് തോന്നുന്നു. ഇപ്പം നമ്മുടെ പെപ്പറുണ്ട്, കൂടെ പാത്തയുണ്ട്, ടർക്കികളുണ്ട്. നല്ല അനക്കമാണ് എല്ലാവരും കൂടെ. നമ്മുടെ ആടിൻ്റെ കൂടിൻ്റെ താഴെയായിട്ടാണ് ടർക്കിയുടെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു
600-700 ടർക്കിയൊക്കെ നമുക്ക് ഇടാൻ പാകത്തിന് അത്രയും സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ബ്രോയിലർ കോഴികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1000-ന് മുകളിലൊക്കെ ഇടാൻ പാകത്തിനുള്ള സ്പേസ് ഉണ്ട്. ഇവർക്ക് മെയിൻലി പുല്ലാണ് കൂടുതൽ വേണ്ടത്. നമുക്കിവിടെ പുൽകൃഷിയുണ്ട്, അന്നേരം നമ്മളത് അരിഞ്ഞിട്ട് കൊടുക്കും പുല്ല്. അതേപോലെ തന്നെ എന്ത് കൊടുത്താലും ഇത് തിന്നോളും. എന്ത് നമ്മൾ വാഴയുടെ തടയോ അല്ലെങ്കിൽ ചേമ്പിൻ്റെ തടയോ അതുപോലെ തന്നെ എന്ത് ഇലകളും പുല്ലും ഒക്കെ ഇത് തിന്നും. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ കൈത്തീറ്റയായിട്ട് കോഴിത്തീറ്റ, ഗ്രോവർ, സ്റ്റാർട്ടറൊക്കെ കൊടുക്കും ഇതിന്. ഇറച്ചി ആവശ്യത്തിനായി ടർക്കി കോഴികളെ വേണ്ടവർ വീഡിയോയുടെ താഴെ നിങ്ങളുടെ നമ്പർ വെച്ചൊന്ന് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഇതിപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് 2024. ഇതിപ്പം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോഴത്തേന് ഇവർക്ക് അത്യാവശ്യം വെയിറ്റ് കയറും. വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ലൗഡെയിൽ പോൾട്രി ഫാം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും, ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ വീഡിയോ നിർത്തുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.